Good morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Okay, എല്ലാവർക്കും good morning. തുടങ്ങിയാലോ നമുക്കപ്പോ എല്ലാവരും റെഡി അല്ലേ? തുടങ്ങാം. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? അതായത് പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ? പിന്നെ ഓരോ ഇൻഡിക്കേറ്റേഴ്സും ഏത് രീതിയിലാണ് പബ്ലിക് റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മൾ 5 പോയിന്റുകളാണ് പഠിച്ചിട്ടുണ്ട്. 5 പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ചെയ്യാനേ. ഇതൊക്കെയായിരുന്നു 5 പോയിന്റുകൾ. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഇതൊക്കെ പോയിന്റുകൾ നമ്മൾ പഠിച്ചത്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. അല്ലെ, 4ാമത്തെ പോയിന്റ് നമ്മൾ അതാണ് പഠിച്ചത്. പിന്നെന്തായിരുന്നു? മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. അല്ലെ, പിന്നെന്തായിരുന്നു? മിനിമൽ ടേൺ ഓവർ ഓഫ് ദ സ്റ്റാഫ് ഇൻഡിക്കേറ്റ്സ് ഗുഡ് പബ്ലിക് റിലേഷൻ. പിന്നെന്തായിരുന്നു? അതായത് ബെറ്റർ കൺസിസ്റ്റൻസി ഇൻ ദ അറ്റൻഡൻസ് ഓഫ് പേഷ്യൻസ്, ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. അതേസമയം മോർ ലാമ പേഷ്യൻസ് ഇൻ എ ഹോസ്പിറ്റൽ, വേഴ്സർ ഈസ് ദ പബ്ലിക് റിലേഷൻ. നമ്മൾ 5 പോയിന്റുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ അഡ്വൈസറി കമ്മിറ്റി എന്താണ്? അഡ്വൈസറി കമ്മിറ്റി എന്താണെന്ന് അറിയാലോ? അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതുപോലെ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ട് പബ്ലിക്കിന് അവയർനെസ് കൊടുക്കുക എന്നതുമാണ് അഡ്വൈസറി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ്. ഓക്കെ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാനായിട്ടുള്ളത് ബോക്സുകളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. വായിച്ചു നോക്കിയോ എല്ലാവരും? ഇത്രയും നമ്മൾ വായിച്ചു നോക്കിയോ? മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. അതിൽ വേറെ പോയിന്റുകളൊന്നുമില്ല, ജസ്റ്റ് വായിക്കാൻ നോക്കുന്നത്. ഓൾ ന്യൂസ് പേപ്പേഴ്സ് ഹാവ് എ പേജ് where the letters from the readers are published. If there is something in the news that you want to respond to, or let the public know of some medical situation like rising epidemics, you can write a letter to the editor and make it published. അത് വേറൊന്നുമല്ല, നമുക്കറിയാം ന്യൂസ് പേപ്പറിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ? അതായത് എല്ലാ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാലോ, റീഡേഴ്സിൽ നിന്നുള്ള ആ ഒരു കത്തുകളൊക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു പേജ് എല്ലാ ന്യൂസ് പേപ്പറിലും ഉണ്ടാകും. എഡിറ്റോറിയൽ പേജ് എന്നാണ് പറയുന്നത് അല്ലെ? മിക്കവാറും ന്യൂസ് പേപ്പറിന്റെ ഒരു 3ാമത്തെ പേജ് എഡിറ്റോറിയൽ പേജ് ആയിരിക്കും. എഡിറ്റോറിയൽ പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിന് പബ്ലിക്കിൽ നിന്നൊക്കെ വരുന്ന ഒപ്പീനിയൻസ്, അവരുടെ കത്തുകള്, കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ആ ഒരു പേജിനാണ് അല്ലെ? അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ പകർച്ചവ്യാധികൾ പോലെ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കോവിഡ് ഉണ്ടായിരുന്നു, നിപ്പ പോലുള്ളതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ പകർച്ചവ്യാധികൾ പോലെയുള്ള എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസുകളെ പറ്റിയിട്ട് പൊതുജനങ്ങളെ അറിയിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? ആളുകൾക്ക് എഡിറ്റേഴ്സിന് ലെറ്റർ എഴുതിയിട്ട് അവർക്ക് ന്യൂസ് പേപ്പറിൽ കൂടെ പ്രസിദ്ധീകരിക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, വേറെ പോയിന്റുകളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. നമ്മൾ ഇത്രയും വരെ പബ്ലിക് റിലേഷൻ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ള ആളാരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ആരാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ? ഹീസ് എ പ്രൊഫഷണൽ അല്ലെ? ഹീസ് എ പ്രൊഫഷണൽ ഹു മാനേജസ് ദ പബ്ലിക് ഇമേജ് ഓഫ് എൻ ഓർഗനൈസേഷൻ അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ പബ്ലിക് ഇമേജ് മാനേജ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? PRO അല്ലെ? പബ്ലിക് റിലേഷൻ ഓഫീസർ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇവിടെ ക്യാബിൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് പബ്ലിക് റിലേഷൻ ഓഫീസർ? ആരാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ? ഹീസ് എ പ്രൊഫഷണൽ അല്ലെ? ഹീസ് എ പ്രൊഫഷണൽ
who manages the public image of an organization? അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ പബ്ലിക് ഇമേജ് മാനേജ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ആണ്, അവര് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒരു നല്ലൊരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കുറച്ചധികം പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ്, ആംബിൾ കോമൺ സെൻസ്. അതെ, അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരാളായിരിക്കണം അല്ലെ. ഒരു പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീപ്പിൾ ആൻഡ് സൊസൈറ്റി അല്ലെ, നമ്മുടെ ആളുകളെ പറ്റിയിട്ട്, നമ്മുടെ സൊസൈറ്റിനെ പറ്റിയിട്ട് അല്ലെ, അതിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അത്യാവശ്യം ഒരു പ്രായോഗിക ബുദ്ധിയുള്ള ഒരാളായിരിക്കണം ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ. അദ്ദേഹം ഒരു പബ്ലിക്കുമായിട്ട് എന്താണ് പബ്ലിക്കുമായിട്ട് മാനേജ് ചെയ്യുന്ന, പബ്ലിക്കിനെ മാനേജ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ആളുകളെ പറ്റിയിട്ടും നമ്മുടെ സൊസൈറ്റിയെ പറ്റിയിട്ടും പബ്ലിക്കിനെ പറ്റിയിട്ടും ഒരു അത്യാവശ്യം ബുദ്ധി അല്ലെ, അത്യാവശ്യം ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളായിരിക്കണം പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. സോ ആംബിൾ കോമൺ സെൻസ്. സെക്കൻഡ് വൺ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിങ് കപ്പാസിറ്റി. അത്യാവശ്യം നല്ലൊരു ഓർഗനൈസിങ് കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം അല്ലെ. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ടു പെർഫോം മൾട്ടിപ്പിൾ ടാസ്ക് അല്ലെ. ചിലപ്പോൾ ഒരേ സമയം തന്നെ ഒരുപാട് ജോലികൾ അവരുടെ മുമ്പിൽ വരും. അപ്പോ അതിനെയെല്ലാം പ്രയോറിറ്റൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ചെയ്യാനുള്ള ഒരു സംഘാടന മികവ് ആർക്കുണ്ടായിരിക്കണം? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ജോലി ആയിരിക്കില്ല, ഒരേ സമയം ഒരുപാട് ടാസ്കുകൾ അവർക്ക് വരാം അല്ലെ. അപ്പൊ ഒരുപാട് ടാസ്കുകൾ വരുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാം ചിലപ്പോൾ ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവിടെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ടാസ്ക് ഏതാണ് അത് ആദ്യം ചെയ്യണം അല്ലെ. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ഡെഡ് ലൈൻ അല്ലെ, കൃത്യമായിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ചെയ്യാനുള്ള അതിനൊരു ഓർഗനൈസിങ് കപ്പാസിറ്റിയാണ് വേണ്ടത്. ഓക്കെ, നല്ലൊരു സംഘാടന മികവ് എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിങ് കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി അല്ലെ. ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി, കാര്യങ്ങളെല്ലാം വളരെ വസ്തുനിഷ്ഠമായിട്ട് കാണാനും അതുപോലെ നല്ലൊരു ജഡ്ജ്മെന്റ് കപ്പാസിറ്റി. ഗുഡ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ നിഷ്പക്ഷമായിട്ട് വേണം, അൺബയസ്ഡ് ആയിട്ട് വേണം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ പ്രവർത്തിക്കാനായിട്ട് അല്ലെ. അവിടെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ചില ആളുകളോട് ഫേവറിസം കാണിക്കുക, അങ്ങനെ ചെയ്യരുത്. വളരെ നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ, അതാണ് ഒരു ഗുഡ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെ. വളരെ അൺബയസ്ഡ് ആയിട്ട് അല്ലെ, നിഷ്പക്ഷമായിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ നോക്കി കാണാനും അതിനെ ഹാൻഡിൽ ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ടാവണം? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്? എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ് അല്ലെ. എബിലിറ്റി ടു ഇമാജിൻ, വളരെ ക്രിയേറ്റീവ് ആയിട്ട് പുതിയ പുതിയ PR സ്ട്രാറ്റജികളൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ള ആളായിരിക്കണം പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഇതാണ് എബിലിറ്റി ടു ഇമാജിൻ, ക്രിയേറ്റീവ് ആയിട്ട് അല്ലെ, നല്ല നല്ല പബ്ലിക് റിലേഷൻ സ്ട്രാറ്റജികളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും അല്ലെ, അതൊക്കെ അതിനുള്ളൊരു കപ്പാസിറ്റി ആർക്ക് ഉണ്ടായിരിക്കണം? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ അല്ലെ. അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. ഇവിടെ പെയിൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ജോലി സംബന്ധമായിട്ട് ധാരാളം ടെൻഷൻസ് വരാം, സ്ട്രെസ് വരാം അല്ലെ, അങ്ങനെ പല പ്രോബ്ലംസുകൾ അവർക്ക് വരാം. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ആർക്കുണ്ടാകേണ്ടത്? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടാകേണ്ടത്. അതാണ് അവിടെ പറയുന്നത് അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. ജോലി സംബന്ധമായിട്ട് അവർക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ വരും, ഒരുപാട് സ്ട്രെയിൻ വരും അല്ലെ, ടെൻഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അതാണ് അവരെടുക്കുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ അതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെ ആർക്കുണ്ടാവണം? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കും. പിന്നെന്താണ്? റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ് അല്ലെ, കൂടുതൽ സമയം വർക്ക് ചെയ്യാനുള്ള ഒരു മനോഭാവം പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, ഓരോ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ചില ഈ പറയുന്ന ടാർഗറ്റുകൾ മറ്റൊക്കെ അച്ചീവ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൂടുതൽ സമയം ചിലപ്പോൾ അവർക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും.
അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലക്സ് സിറ്റുവേഷൻസ് വരുന്ന സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് ചിലപ്പോൾ പറഞ്ഞതിൽ കൂടുതൽ സമയമൊക്കെ അവർക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനൊക്കെയുള്ളൊരു എന്താണ് മനോഭാവം, ഒരു റെഡിനെസ് ആർക്കുണ്ടായിരിക്കണം? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് റെഡിനെസ് ടു വർക്ക് ഫോർ ദ ലോങ് പർപ്പസ്. എന്താണ് ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ, അല്ലെ? ബി റിയലിസ്റ്റിക് എന്ന് പറയുന്നതാണ് കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് നോക്കി കാണുക, അല്ലെ? ഒന്നിനെ വൈകാരികമായിട്ടല്ല കാണേണ്ടത്, പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ, റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക. അതുപോലെ അത്യാവശ്യം ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടായിരിക്കണം, അല്ലെ? ഒരു ഹ്യൂമർ സെൻസ് ഉണ്ടായിക്കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത എന്താണ്? എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? എത്ര കോംപ്ലക്സ് സിറ്റുവേഷൻ വന്നാലും അതിനെ ഒരു നല്ലൊരു എന്താണ് ഹ്യൂമർ സെൻസോട് കൂടി അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആർക്കുണ്ടായിരിക്കേണ്ടത്? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ എന്താണ്? കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി, അല്ലെ? ഇംഗ്ലീഷ് വായിക്കാനും അതുപോലെ തന്നെ എഴുതാനും ഒക്കെയുള്ള ഒരു കഴിവ്, ഒരു കപ്പാസിറ്റി പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്, അല്ലെ? അതായത് പബ്ലിക്കില് സംസാരിക്കാനായിട്ട് നല്ലൊരു കഴിവുണ്ടായിരിക്കണം, അല്ലെ? നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്, അല്ലെ? നല്ല ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട്, അല്ലെ? പബ്ലിക്കായിട്ട് നല്ല രീതിയിൽ ഇടപെടാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഹീസ് ക്രിയേറ്റീവ് ഇൻ ഐഡിയാസ്, അല്ലെ? നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടായിരിക്കണം. കാര്യം എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ പുതിയ പുതിയ ഇന്നോവേഷൻസ്, സ്ട്രാറ്റജികളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ക്രിയേറ്റീവ് ഐഡിയ ഉള്ള ആളായിരിക്കണം പബ്ലിക് റിലേഷൻ ഓഫീസർ. പിന്നെന്താണ്? ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ, അവരുടെ പ്രൊഫഷനെ പറ്റിയിട്ട് അവർക്ക് അത്യാവശ്യം എന്തുണ്ടായിരിക്കണം? അറിവുണ്ടായിരിക്കണം. ഇത് ചെയ്യുന്ന ജോലി എന്താണ്, ആ ജോബ് റോൾ എന്താണ്, അതിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്, ആ ഒരു പ്രൊഫഷന്റെ എത്തിക്സ് എന്താണ്, അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ. പിന്നെന്താണ്? ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ്. ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറാണ്, നമ്മൾ പറഞ്ഞു, അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ പബ്ലിക് ഇമേജ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് അതിനെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ ഇമേജ്, അവരുടെ പ്രതിച്ഛായ, റെപ്യൂട്ടേഷനെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളായിരിക്കണം പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയും. പിന്നെന്താണ്? ഇന്റലിജൻസ്, ആന്റിസിപ്പേഷൻ ആൻഡ് റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്, അല്ലെ? അത്യാവശ്യം സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കണം. ആന്റിസിപ്പേഷൻ, ദാറ്റ് മീൻസ് എന്താണ്? കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ടാവും, അല്ലെ? അതായത് നമ്മൾ വളരെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കി കാണും, അല്ലെ? ഇപ്പോഴത്തെ ഒരു ആവശ്യമല്ല, ഒരു ഷോർട്ട് ടേം ഗോൾസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് പുതിയ പുതിയ സ്ട്രാറ്റജികളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ, ആ രീതിയിൽ ആന്റിസിപ്പേഷൻ, അല്ലെ? അങ്ങനെയുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്, എപ്പോഴും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുന്ന രീതിയിലുള്ള അപ്രോച്ചസുകളാണ് അവര് എന്ത് ചെയ്യുന്നത്? അതവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് മീഡിയ സ്പെഷ്യലൈസേഷൻ ആണ് കേട്ടോ. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് മീഡിയാസ് വഴിയാണ്, അല്ലെ? അപ്പൊ നല്ലൊരു മീഡിയ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ഓക്കെ, മീഡിയ കവറേജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാനും അതിനെ റിവ്യൂ ചെയ്യാനൊക്കെയുള്ള ഒരു അറിവുള്ള ഒരാളായിരിക്കണം പബ്ലിക് റിലേഷൻ ഓഫീസർ. ദെൻ എന്തായിരിക്കണം? എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്, അല്ലെ? എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്, അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് ആ സ്ഥാപനത്തിന്റെ ആ ഒരു മെസ്സേജസ് ഒക്കെ നല്ല രീതിയിൽ കൺവേ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ എഴുതാനും, അല്ലെ, പ്രസിദ്ധീകരിക്കാനും കഴിവുള്ള ഒരു ആളായിരിക്കണം. ആ ഒരു എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്വാളിറ്റീസ് ആണ് അദ്ദേഹത്തിന് വേണ്ടത് കേട്ടോ. ഇത്രയും പറയുമ്പോൾ ഇനി ഉണ്ടാവാം, വളരെ കുറച്ച് മാത്രമാണ് അവിടെ കേട്ടോ. എന്തൊക്കെയാണ്? ample common sense, first class organizing capacity, good judgment and objectivity, ability to imagine and to appreciate, unlimited capacity for taking pain, readiness to work for long hours, be realistic and sense of humor, capacity to write and speak English fluently, nice voice and ability to speak in public,
creative in ideas, basic understanding about the profession, image building abilities, intelligence, anticipation, and result-oriented approach, media specialization, and editorial expertise. Okay, ആണോ? നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാണ്ട ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒരു നല്ല ക്വാളിറ്റീസ്, ചിലപ്പോൾ ഇത് പറയാത്തതല്ല, നെഗറ്റീവ് ക്വാളിഫിക്കേഷൻ ഒക്കെ അവർ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം വരാറുണ്ട് കേട്ടോ. റോൾ ഓഫ് PR ഓഫീസർ ആണ് കേട്ടോ. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോൾ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. പ്രധാനമായിട്ടും 4 റോളുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് അഡ്വക്കേറ്റ്, സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേറ്റർ, ആൻഡ് തേർഡ് വൺ പ്രോബ്ലം സോൾവർ, ഫോർത്ത് വൺ ഒപ്പീനിയൻ മാജിസ്ട്രേറ്റ്. 4 റോളുകളാണ് കേട്ടോ. ഇതൊക്കെയാണ് അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ ആൻഡ് ഒപ്പീനിയൻ മാജിസ്ട്രേറ്റ്. ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? അഡ്വക്കേറ്റ് ആണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? The public relations manager is the chief advocate for the company. He has to concentrate all energy on building an organization, and he is the spokesperson for the management. അതായത് അദ്ദേഹം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. ഒരു കമ്പനിയുടെ ചീഫ് അഡ്വക്കേറ്റ് ആണ്. ചീഫ് അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങള്, അല്ലെ, അവരുടെ നീഡ്സ്, അവരുടെ ഇൻട്രസ്റ്റ്, അതിനെയൊക്കെ പ്രമോട്ട് ചെയ്യുന്ന, റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ വാല്യൂസ് എന്തൊക്കെയാണ്, അവരുടെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, അല്ലെ, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യങ്ങള്, അതിനെയൊക്കെ പ്രമോട്ട് ചെയ്യുന്ന, അതിനെയെല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഹി ഹാസ് ടു കോൺസെൻട്രേറ്റ് ഓൾ എനർജി ഓൺ ബിൽഡിംഗ് ആൻ ഓർഗനൈസേഷൻ. അല്ലെ, ഒരു ഓർഗനൈസേഷനെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ, ഒരു ഓർഗനൈസേഷനെ ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാല് അതിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെപ്യൂട്ടേഷനിലേക്ക് അതിനെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മുഴുവൻ സമയവും, അല്ലെ, പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഹി ഈസ് ദ സ്പോക്സ് പേഴ്സൺ ഫോർ ദ മാനേജ്മെന്റ്. അദ്ദേഹം മാനേജ്മെന്റിന്റെ വക്താവാണ്. മാനേജ്മെന്റിന്റെ വക്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ആളുകളുമായിട്ട് സംസാരിക്കുകയും അതുപോലെ മാനേജ്മെന്റിന്റെ താല്പര്യങ്ങള്, അവരുടെ ആവശ്യങ്ങള്, അതിനെ മുൻനിർത്തിക്കൊണ്ട്, അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ. അതാണ് അവിടെ സ്പോക്സ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? എന്താണ് അഡ്വക്കേറ്റ് എന്നുള്ള റോളാണ് കേട്ടോ. അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അവരുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയും കേസും വാദിക്കാനുള്ള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഓർഗനൈസേഷന്റെ താല്പര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ. അത് മാത്രമല്ല, ആ ഒരു ഓർഗനൈസേഷന് ഒരു നല്ലൊരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെ, ഒരു നല്ലൊരു റെപ്യൂട്ടേഷനിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് PR എന്ന് പറയുന്നത്. അതിപ്പോ ഒരു മാനേജ്മെന്റിന്റെ വക്താവാണ്. കാര്യം മാനേജ്മെന്റിന്റെ ഡിസിഷൻസ്, മാനേജ്മെന്റിന്റെ ആക്ഷൻസുകളൊക്കെ കൃത്യമായിട്ട് പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതിനു വേണ്ടി റെപ്രസെന്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതും പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കമ്മ്യൂണിക്കേറ്റർ ആണ്. അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണ് കേട്ടോ. അതായത് പബ്ലിക് റിലേഷൻസ് മാനേജർ ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസീസ്, അല്ലെ, ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന പോളിസികള്, പ്രൊസീജിയറുകള്, അവിടുത്തെ ഡിസിഷൻസുകള്, ആക്ഷൻസുകള്, ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറാണ്, അല്ലെ. അത് മാത്രമല്ല, ആൻഡ് സൂപ്പർവൈസസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ന്യൂസ് റിലീസസ് ഫോർ ദ കമ്പനി, അല്ലെ. ഈ കമ്പനി സംബന്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകള്, ന്യൂസ് റിലീസസ്, ഇതെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതിലൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തി ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറാണ്.
ഓക്കെ, അദ്ദേഹം എന്താണ് അദ്ദേഹം ഒരു ഈ പറയുന്ന കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ സംബന്ധിക്കുന്ന ന്യൂസ് റിലീസസ് ഉണ്ടായിരിക്കും, സ്റ്റേറ്റ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഡെവലപ്പ് ചെയ്യാം. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് അതിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് അതിന് വേണ്ട സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ ദ എസെൻഷ്യൽ ടാലൻസ് അല്ലെ? ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ PR കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്തിനൊക്കെ അറിവുകൾ ഉണ്ടായിരിക്കണം? സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം അല്ലെ? സോഷ്യോളജിയുടെ അറിവ് ഉണ്ടായിരിക്കണം. അത്യാവശ്യം ആ ഒരു ആളുകളെ സംബന്ധിച്ച് സൊസൈറ്റി, നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ, നമ്മുടെ സൊസൈറ്റി അതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെ? അതുപോലെ തന്നെയാണ് സൈക്കോളജി, ഹ്യൂമൻ ബിഹേവിയർ, അതുപോലെ തന്നെ മോട്ടിവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ധാരണ ഉണ്ടായിരിക്കണം. ഗുഡ് ജേർണലിസം അല്ലെ? അതായത് നമുക്കറിയാം കമ്പനി സംബന്ധമായിട്ടുള്ള ആ ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ എഴുതി ഫലിപ്പിച്ച് അത് റിലീസ് ചെയ്യുക അല്ലെ? നമ്മളിപ്പോ ന്യൂസ് റിലീസസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിന് അനുകൂലമാവുന്ന രീതിയിൽ, ഫേവറബിൾ ആവുന്ന രീതിയിൽ കാര്യങ്ങളെ, ഇൻഫർമേഷൻസിനെ എഴുതാനും അതുപോലെ അതിനെ പ്രസിദ്ധീകരിക്കാനും ഒക്കെ ഒരു കഴിവ് പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ ദ എസെൻഷ്യൽ ടാലൻസ്. ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന അറിവുകള് അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? കമ്മ്യൂണിക്കേഷൻസ് ഹാവ് ടു ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് റിലവന്റ് ടു ദ ഓഡിയൻസ്. ഇനി കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? That should be clear. വളരെ ക്ലിയർ ആയിരിക്കണം. That means easy to understand അല്ലെ? നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബ്രീഫ് ആയിരിക്കണം. That means concise to a point. എന്താണോ ആ പോയിന്റിലേക്ക് കൺസൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ? അതായത് ഒരുപാട് വാരി വലിച്ച് പറയാതെ എന്താണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് ആ രീതിയിലോട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് റിലവന്റ് ടു ദ ഓഡിയൻസ്. ഓഡിയൻസിന് റിലവന്റ് ആണെന്ന് വെച്ചാൽ ഓഡിയൻസിന്റെ നീഡ്സ്, അവരുടെ താല്പര്യങ്ങളെയൊക്കെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ചോദ്യം എങ്ങനെയായിരുന്നു? സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ജേർണലിസം ആർ ദ എസെൻഷ്യൽ ടാലൻസ് ഓഫ് PRO ആസ് ദ ഡാഷ് റോൾ. ഏത് റോളിനാണ്? കമ്മ്യൂണിക്കേറ്റർ എന്ന റോളിനാണ് കേട്ടോ. കാര്യം എന്താണ്? ആ ഒരു സ്ഥാപനത്തിന് പോളിസികള് അല്ലെങ്കിൽ അവിടുത്തെ ഡിസിഷൻസുകള്, ആക്ഷൻസുകള് ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് അല്ലെ? അതുപോലെ ആ ഒരു സ്ഥാപനത്തിനെ സംബന്ധിക്കുന്ന ന്യൂസ് റിലീസസുകളും മറ്റ് ഇൻഫർമേഷൻസും സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തതിന് മേൽനോട്ടം നോക്കിയത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് സോഷ്യോളജി, സൈക്കോളജി, ഗുഡ് ജേർണലിസം, ഈ പറയുന്ന ജേർണലിസം അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ദാറ്റ് ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം ആൻഡ് മസ്റ്റ് ബി റിലവന്റ് ടു ദ ഓഡിയൻസ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഒരു കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള റോളിനാണ് അദ്ദേഹത്തിന് അറിവുകൾ ഈ പറയുന്ന സോഷ്യോളജി, സൈക്കോളജി, ജേർണലിസത്തിനൊക്കെ അറിവ് ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? പ്രോബ്ലം സോൾവർ ആണ്. ഓക്കെ, ഇദ്ദേഹം ഒരു പ്രോബ്ലം സോൾവർ എന്ന റോളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നോക്കിയേ. ദ പബ്ലിക് റിലേഷൻസ് മാനേജർ ഇസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. അതൊരു സ്പിൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രേസ് ആണ്, പ്രയോഗമാണ്. വേറൊന്നുമില്ല ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു സ്ഥാപനത്തിന് ഏറ്റവും അനുകൂലമാവുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത് സ്പിൻ ഡോക്ടർ. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങള് അതിന്, അതായത് ഹോസ്പിറ്റലിന് എപ്പോഴും അനുകൂലമാവുന്ന രീതിയിൽ, അതിന് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ, ഫേവറബിൾ ആവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ, അതാണ് സ്പിൻ ഡോക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പബ്ലിക് റിലേഷൻ ഓഫീസർ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും. പബ്ലിക് റിലേഷൻ കാര്യം അദ്ദേഹം എന്താണ്? ആ ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തി. ഒരിക്കലും ആ ഒരു ഓർഗനൈസേഷന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ മാത്രമേ അദ്ദേഹം എന്ത് കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടുള്ളൂ? പബ്ലിക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ അവതരിപ്പിക്കാനായിട്ട് പാടുള്ളൂ. എന്താണ് പറയുന്നത്? പബ്ലിക് റിലേഷൻ മാനേജർ ഇസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. It is he or her job to put the best face on news and information that could embarrass or defame the company's reputation. അതായത് ഇപ്പൊ കമ്പനിക്ക് എന്തെങ്കിലും നാണക്കേട് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ കമ്പനിക്ക് അപകീർത്തികരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിന് അനുകൂലമാവുന്ന രീതിയിൽ
വിവരങ്ങള് മാറ്റേണ്ടത് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫേസിലോട്ട് അതിന്റെ ഇമേജ് കൊണ്ട് എത്തിക്കേണ്ടത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, പിന്നെ എന്താണ്? ഓഫൻ ഷീ വിൽ ബി കോൾഡ് അപ്പോൺ ടു polish common information into platinum data that gives the company more credit than would normally be due for the routine accomplishment. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇവർ പറയുന്ന കോമൺ ഇൻഫർമേഷനെ പ്ലാറ്റിനം ഡാറ്റയാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാല് ഓർഡിനറി ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിന് നമ്മളൊന്ന് പോളിഷ് ചെയ്ത് കുറച്ചുകൂടെ ഇംപ്രസീവ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. അതായത് ഒരു അറ്റൻഷൻ ഗ്രാബിംഗ് എന്നുള്ള രീതിയിലൂടെ കണ്ടന്റുകൾ മാറ്റുക എന്നുള്ളത്. സാധാരണ ഓർഡിനറി ഇൻഫർമേഷൻ ആയിരിക്കും, സാധാരണയുള്ള വിവരങ്ങളായിരിക്കും. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യണം? അതിനൊന്ന് പോളിഷ് ചെയ്ത് അവതരിപ്പിക്കണം. അതായത് ആളുകളെ ഇംപ്രസ് ചെയ്ത് കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. അതായത് മറ്റുള്ള ആളുകളുടെ അട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഓർഡിനറി ആയിട്ടുള്ള ഇൻഫർമേഷനെ കുറെ കൂടി ഇംപ്രസീവ് ആയിട്ട് അവതരിപ്പിക്കുക കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പോളിഷ് കോമൺ ഇൻഫർമേഷൻ ഇൻ ടു പ്ലാറ്റിനം ഡാറ്റ that gives company more credit than would normally be due for a routine accomplishment. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിനെ പോളിഷ് ചെയ്ത് കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ സാധാരണ അതിന് ലഭിക്കുന്ന അക്കംപ്ലിഷ്മെന്റിനേക്കാൾ കുറെ കൂടെ ക്രെഡിബിലിറ്റി നമുക്ക് നേടിക്കൊടുക്കാനായിട്ട് പറ്റും അല്ലെ? സാധാരണ കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്ത് ഒന്ന് അവതരിപ്പിക്കാം അല്ലെ? അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ എന്താണ്? നമുക്ക് നോർമലി കിട്ടുന്ന അക്കംപ്ലിഷ്മെന്റിനേക്കാളും കുറച്ചും കൂടെ ക്രെഡിബിലിറ്റി നമുക്ക് അവിടെ ഉയർത്താനായിട്ട് സാധിക്കും. നമ്മൾ പരസ്യങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ? അതെങ്ങനെയാണ്? ഒരു സോപ്പിന്റെ പരസ്യം നമ്മൾ കൊടുക്കുന്നത് നോർമലി ഉള്ള സോപ്പാണ്, പക്ഷെ അത് നമ്മൾ പരസ്യം ചെയ്യുന്നത് കുറച്ച് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള രീതിയിലാണ് അത് പരസ്യം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിന് ഇംപ്രസ് ചെയ്തിട്ട് അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന രീതിയിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്താണ്? അതിലൂടെ നമുക്ക് കൂടുതൽ ക്രെഡിബിലിറ്റി അതിന് കിട്ടുന്നുണ്ട് അല്ലെ? സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ കാര്യങ്ങള് എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങള് മാനേജ് ചെയ്യേണ്ടത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. ആസ് എ പ്രോബ്ലം സോൾവർ പ്രോബ്ലം സോൾവർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജ് തകരാത്ത രീതിയിൽ നല്ലൊരു ഇമേജിലേക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ആ രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോളാണ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ റോൾ ഇതാണ്, ഒപ്പീനിയൻ മൈൽസ്റ്റോൺ. ഒപ്പീനിയൻ മൈൽസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയില്ലേ ഷേപ്സ് ദ ഒപ്പീനിയൻസ്. അതായത് നമ്മൾ ഈ പറയുന്ന ആളുകളുടെ തോട്ട്സ്, അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ പെർസ്പെക്ടീവ്സിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അങ്ങനെ ഒരു റോള്. അതാണ് ഒപ്പീനിയൻ മൈൽസ്റ്റോൺ ഉദ്ദേശിക്കുന്നത്. മൈൽസ്റ്റോൺ മീൻസ് വിദഗ്ധനായിട്ടുള്ള ആളെന്നർത്ഥം. ഒപ്പീനിയൻ മൈൽസ്റ്റോൺ എന്ന് വെച്ചാൽ ഒപ്പീനിയൻസിനെ ഷേപ്പ് ചെയ്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കില് ഉള്ള ഈ പറയുന്ന ആളുകളുടെ അവരുടെ പെർസ്പെക്ടീവ്സ്, അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ തോട്ട്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു റോളാണ് ഒപ്പീനിയൻ മൈൽസ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താ നോക്കാം, ദ പബ്ലിക് റിലേഷൻസ് മാനേജർ കൺട്രോൾസ് ഓൾ ഔട്ട്റീച്ച് എഫർട്ട് കേട്ടോ. എല്ലാ ഔട്ട്റീച്ച് എഫർട്ടുകളെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ മാനേജർ. ഔട്ട്റീച്ച് എഫർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥാപനത്തിന് പബ്ലിക്കുമായിട്ടുള്ള ആ ഇടപെടല്, അതാണ് ഔട്ട്റീച്ച് എഫർട്ട് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ സേവനം, ആ ഹോസ്പിറ്റലിന്റെ മെസ്സേജസ് പബ്ലിക്കിലൂടെ കൺവേ ചെയ്യാം, ആ ഹോസ്പിറ്റലിന്റെ പബ്ലിക്കുമായിട്ടുള്ള ഇടപെടലുകൾ, അതിനെയാണ് ഔട്ട്റീച്ച് എഫർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഔട്ട്റീച്ച് എഫർട്ടുകളെ കൺട്രോൾ ചെയ്യാന്നുള്ളത് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, ഹീസ് അക്കൗണ്ടബിൾ ഫോർ മീഡിയ പ്ലേസ്മെന്റ്സ്, അതുപോലെ മീഡിയ കവറേജ്, പ്ലേസ്മെന്റ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്യാം. ആൻഡ് അറേഞ്ചിങ് ഓർഗനൈസേഷണൽ ഫംഗ്ഷൻസ് അല്ലെ, ഓർഗനൈസേഷന്റെ ഇവന്റ്സുകള്, ഫംഗ്ഷൻസുകളൊക്കെ അറേഞ്ച് ചെയ്യാം. അതുപോലെ എഫർട്ട്സ് ഓഫ് എക്സിക്യൂട്ടീവ്സ്, അവിടെ പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവുകളുടെ എഫർട്ട്സ് അല്ലെ, എക്സിക്യൂട്ടീവുകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് മാത്രമല്ല, ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു ഡിസൈഡ് ദ എക്സിക്യൂട്ടീവ് appropriate for each situation and make sure that the person has approved information and statements in hand കേട്ടോ. അതോടൊപ്പം നമ്മൾക്കറിയാം, നമ്മളൊരു പബ്ലിക് അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇടുന്ന എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പറയാലോ, ഇപ്പൊ ഒരു ഇങ്ങനെ പ്രോഗ്രാം കണ്ടില്ല, ഡോക്ടറോട് ചോദിക്കാം എന്നൊക്കെയുള്ള പ്രോഗ്രാം കണ്ടിട്ടില്ല. അപ്പൊ ചില ഡിപ്പാർട്ട്മെന്റുകൾ, ചില ഹോസ്പിറ്റലായിരിക്കും
ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ വെച്ചിട്ടായിരിക്കും നമ്മളൊരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിന് ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയും അവിടെ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് ഒരുപാട് അറിവുകൾ നമുക്ക് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ പറ്റും ആണല്ലോ. അപ്പൊ അതുപോലെ എന്താണ് നമ്മളൊരു പബ്ലിക് അപ്പിയറൻസിന് വേണ്ടിയിട്ട് എങ്ങനെയുള്ള എക്സിക്യൂട്ടീവ്സുകളെ തെരഞ്ഞെടുക്കുന്നത്? ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്ത് നമ്മളൊരു പബ്ലിക് അപ്പിയറൻസിന് വേണ്ടിയിട്ട് ഒരു എക്സിക്യൂട്ടീവിനെ നമ്മൾ വിടാണ്. അല്ലെങ്കിൽ ഏത് എക്സിക്യൂട്ടീവിനെ നമ്മൾ തെരഞ്ഞെടുക്കണം. അതുപോലെ നമ്മൾ ആ എക്സിക്യൂട്ടീവുകളെ കോർഡിനേറ്റ് ചെയ്യണം. ഓക്കെ, പബ്ലിക് അപ്പിയറൻസിലോട്ട് പോകുന്ന എക്സിക്യൂട്ടീവ്സുകളെ കോർഡിനേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതിന്റെ ഉറപ്പുവരുത്തണം, make sure that the person has approved information and statements in hand. അവര് പോകുന്ന സമയത്ത്, ഒരു പബ്ലിക് അപ്പിയറൻസിന് പോകുന്ന സമയത്ത് ആ ഒരു അവരുടെ കയ്യില് എല്ലാ, അതായത് ആ സ്ഥാപനത്തിനെ സംബന്ധിക്കുന്ന എല്ലാ അപ്രൂവ്ഡ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്സുകളും അവരുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത്. കാര്യം ആ ഒരു ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് അവര് പബ്ലിക്കിലോട്ട് പോകുന്നത്. ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അപ്രൂവ്ഡ് ഇൻഫർമേഷൻസും സ്റ്റേറ്റ്മെന്റ്സുകളും അവരുടെ പക്കലുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ധാരണയുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. ക്ലിയർ ആയി പറഞ്ഞത്? ഇതാണ് ഒപ്പീനിയൻ മൈൽസ്റ്റോൺ. ദാറ്റ് മീൻസ് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ ഔട്ട്റീച്ച് എഫർട്ടുകളും കൺട്രോൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മീഡിയ പ്ലേസ്മെന്റ്സുകള്, മീഡിയ കവറേജുകൾ എല്ലാം തന്നെ എന്താണ് അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ള ഇവന്റുകള്, ഫംഗ്ഷൻസുകള് അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ പബ്ലിക് അപ്പിയറൻസിന് വേണ്ടിയിട്ടുള്ള എക്സിക്യൂട്ടീവുകളെ തീരുമാനിക്കുക, അവരെ കോർഡിനേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ കമ്പനിയെ സംബന്ധിക്കുന്ന, സ്ഥാപനത്തിനെ സംബന്ധിക്കുന്ന എല്ലാ അപ്രൂവ്ഡ് ഇൻഫർമേഷൻസും അവരുടെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും റോളുകളാണ് ആർക്ക് വരുന്നത്? പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വരുന്നത്. ഏതൊക്കെയാണ്? ചീഫ് അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. നിങ്ങളോട് ചോദിക്കാം കേട്ടോ, സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗ്രൂപ്പ് ജേർണലിസം ആർ എസെൻഷ്യൽ ടാലന്റ്സ് ഓഫ് PRO as a dash റോൾ. ഇത് റോളിനാണ് കമ്മ്യൂണിക്കേറ്റർ എന്ന റോളിനാണ്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവർ എന്നുള്ള റോള് എന്താണ്? ഒപ്പീനിയൻ മൈസ്ട്രോ, അതായത് പൊതുജനങ്ങളുടെ തോട്ട്സ്, അവരുടെ ഒപ്പീനിയൻസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആ ഒരു റോള്, ആ ഒരു കഴിവ്, അങ്ങനെ ഒരു റോളും കൂടെ ആക്കുന്നുണ്ട് പബ്ലിക് റിലേഷൻ ഓഫീസർക്ക്. ഒന്ന് വായിച്ചു നോക്കിയേ ആ 4 പോയിന്റുകൾ. ക്ലിയർ ആയ നോക്കി? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് പറയാലോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ? എന്തൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങള്? ഫസ്റ്റ് വൺ എന്താണ്? പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ് അല്ലെ? പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ് അല്ലെ? പരസ്യ പ്രചരണങ്ങള്, പരസ്യതന്ത്രങ്ങളും പ്രചരണ പരിപാടികളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടത്, ആസൂത്രണം ചെയ്യേണ്ടത് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് അല്ലെ? പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്, ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി സ്ട്രാറ്റജികളൊക്കെ ഡെവലപ്പ് ചെയ്യണം അല്ലെ? അതായത് ആളുകളിലേക്ക് എത്തിക്കണം, അവരെ ഇംപ്രസ് ചെയ്യണം. അതേ രീതിയിലുള്ള പരസ്യ പ്രചരണങ്ങള്, പരസ്യതന്ത്രങ്ങള്, പ്രചരണ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യേണ്ടത് PROയുടെ ഫംഗ്ഷൻ. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസ് അല്ലെ? പത്രക്കുറിപ്പുകള്, അവതരണങ്ങള് ഇതൊക്കെ എഴുതുകയും റിലീസ് ചെയ്യാനുമുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? പബ്ലിക് റിലേഷൻ ഓഫീസർക്കാണ്. റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസ്. ഓക്കെ, പിന്നെന്താണ്?
to deal with the inquiries from the public, press and related organizations. അല്ലെ, പൊതുജനങ്ങള് അതുപോലെ തന്നെ മാധ്യമങ്ങള് പല സംഘടനകളിൽ നിന്നുള്ള അന്വേഷണങ്ങളൊക്കെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത്, ഡീൽ ചെയ്യേണ്ടതും പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷനിൽ വരുന്നത് അല്ലെ. ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം പബ്ലിക്, പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻസ്. പിന്നെന്താണ്? ടു ഓർഗനൈസ് ആൻഡ് അറ്റൻഡ് പ്രൊമോഷണൽ ഇവന്റ്സ് സച്ച് എസ് പ്രസ് കോൺഫറൻസ്, ഓപ്പൺ ഡേയ്സ്, എക്സിബിഷൻസ്, ടൂർസ് ആൻഡ് വിസിറ്റ്സ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. പ്രസ് കോൺഫറൻസ്, ഓപ്പൺ ഡേ ഹൗസ്, എക്സിബിഷൻ, ടൂർ, വിസിറ്റ്, ഇങ്ങനെയുള്ള പ്രൊമോഷണൽ ഇവന്റ്സുകളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യേണ്ടതും അത്തരം ഇങ്ങനെയുള്ള പ്രൊമോഷണൽ കാര്യങ്ങളെയൊക്കെ സംഘടിപ്പിക്കാം, അത്തരം പരിപാടികളിലൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെയുള്ള അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ഒക്കെ, ഡ്യൂട്ടി അല്ല, അതൊക്കെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? ടു സ്പീക്ക് പബ്ലിക്കലി അറ്റ് ഇന്റർവ്യൂസ്, പ്രസ് കോൺഫറൻസസ് ആൻഡ് പ്രസന്റേഷൻ അല്ലെ. ഇന്റർവ്യൂസിന് അതുപോലെ തന്നെ പത്ര സമ്മേളനങ്ങളില് പ്രസന്റേഷൻസിലൊക്കെ പബ്ലിക് ആയിട്ട് സംസാരിക്കേണ്ടത് പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. ഓക്കെ, ദെൻ അടുത്തതോ ടു പ്രൊവൈഡ് ക്ലയന്റ്സ് വിത്ത് ഇൻഫർമേഷൻ about new promotional opportunities and current pre-campaigns progress കേട്ടോ. അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥാപനത്തിനെ സംബന്ധിക്കുന്ന പുതിയ പുതിയ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് ക്ലയൻസിന് ഇൻഫർമേഷൻസ് കൊടുക്കാം. ഇപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റോ പുതിയ സർവീസുകൾ എന്തെങ്കിലുമൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള പ്രൊമോഷണൽ പരിപാടികള് അല്ലെ, പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലയൻസിനെ അറിയിക്കാം. അതുപോലെ ക്യാമ്പയിനിങ് പ്രോഗ്രസ്സുകൾ, ഇപ്പൊ നമ്മൾ പറയില്ലേ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ക്യാമ്പയിനിങ് പ്രോഗ്രസ്സുകളെ പറ്റിയിട്ടൊക്കെ അതിന്റെ പാർട്ട്നേഴ്സിനൊക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെയോ ടു അനലൈസ് മീഡിയ കവറേജ്, മീഡിയ കവറേജ് അനലൈസ് ചെയ്യും, മീഡിയ കവറേജ് കൃത്യമായിട്ട് വിശകലനം ചെയ്യുക. പിന്നെന്താണ്? ടു ലിയേഴ്സ് വിത്ത് ക്ലയൻസ്, മാനേജീരിയൽ ആൻഡ് ജേർണലിസ്റ്റിക് സ്റ്റാഫ് about budgets, time scales and objectives കേട്ടോ. ലിയേഴ്സ് മീൻസ് എന്താണ്? റിലേഷൻ എന്നുള്ള കേട്ടോ, ബന്ധം സ്ഥാപിക്കുക കേട്ടോ. ടു ലിയേഴ്സ് വിത്ത് ക്ലയൻസ് കേട്ടോ. ലിയേഴ്സ് വിത്ത് ക്ലയൻസ് മീൻസ് എന്താണ്? കീപ്പിംഗ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻസ് കേട്ടോ. ക്ലയൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലയൻസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ആരൊക്കെയാണ്? പേഷ്യൻസ് ആവാം, മറ്റു വിസിറ്റേഴ്സ് ആയിരിക്കാം, അതുപോലെ ആ സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സ് ആയിരിക്കാം. ഇവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെന്താണ്? മാനേജീരിയൽ ആൻഡ് ജേർണലിസ്റ്റിക് സ്റ്റാഫ് ബഡ്ജറ്റ്, ബഡ്ജറ്റ് മാനേജ്മെന്റ് ചെയ്യുക അല്ലെ. ബഡ്ജറ്റ് മാനേജ്മെന്റ്, അതുപോലെ ടൈം സ്കെയിൽസ് ആൻഡ് ഒബ്ജക്റ്റീവ്, ടൈം സ്കെയിൽ വെച്ച് ടൈം മാനേജ്മെന്റ്, അതുപോലെ ഒബ്ജക്റ്റീവ്സ് അല്ലെ, ആ സ്ഥാപനത്തിന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങള്, ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, അത് നടപ്പിലാക്കുക. ഇതൊക്കെ എന്താണ്? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷൻസിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ? എന്തൊക്കെയാണ്? പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ് അല്ലെ, പരസ്യ പ്രചരണങ്ങള്, പരസ്യ തന്ത്രങ്ങൾ, പ്രചരണ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ പത്രക്കുറിപ്പുകള്, അവതരണങ്ങളൊക്കെ എഴുതി തയ്യാറാക്കുക. പിന്നെ പബ്ലിക്കിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നൊക്കെ വരുന്ന അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുക. പ്രസ് കോൺഫറൻസസിലും അതുപോലെ പ്രൊമോഷണൽ ഇവന്റ്സുകൾ കോർഡിനേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള പരിപാടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന ഇന്റർവ്യൂ, പബ്ലിക് പ്രസ് കോൺഫറൻസിലൊക്കെ പബ്ലിക്കായിട്ട് സംസാരിക്കാം. അതുപോലെ പുതിയ പുതിയ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യാം. മീഡിയ കവറേജുകൾ വിശകലനം ചെയ്യുക, ക്ലയൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബഡ്ജറ്റ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, ഒബ്ജക്റ്റീവ്സ് മാനേജ്മെന്റ്, ഇതൊക്കെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷനിൽ വരുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? വായിച്ചു നോക്കി. നെക്സ്റ്റ് മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ കഴിഞ്ഞിട്ടുണ്ട്.
നമുക്ക് കുറച്ച് അല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് നമുക്ക് വായിച്ച് നോക്കാം കേട്ടോ. അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ. ഒന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്. പ്രസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. നോക്കുക, PR must get to know the local press well. Local press can be hospital's principal helper in this regard. A hostile press can do a lot of harm. If an editor understands the hospital's problems, he can help enormously. വേറൊന്നുമല്ല, ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ലോക്കൽ പ്രസിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. പ്രാദേശിക മാധ്യമങ്ങൾക്ക് എത്രത്തോളം ഈ പറയുന്ന പബ്ലിക് റിലേഷനിൽ പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തതിന് ഒരു പ്രാദേശിക മാധ്യമങ്ങൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് അവിടെ എത്തിയിരിക്കുന്നത്. അതായത് ഈ പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക് റിലേഷൻ മസ്റ്റ് ഗെറ്റ് ടു നോ ദ ലോക്കൽ പ്രസ് അല്ലെ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറെ സംബന്ധിച്ച് ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് പ്രാദേശിക മാധ്യമങ്ങൾക്കാണ് പ്രധാനപ്പെട്ട ഒരു റോള് വരുന്നത്. എന്തുകൊണ്ട് പ്രാദേശിക മാധ്യമങ്ങൾക്ക് റോള് വരാൻ കാരണം, നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എന്ത് സ്ഥാപനങ്ങളായിക്കോട്ടെ അതിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കുക പ്രാദേശിക മാധ്യമങ്ങൾക്കാണ്. ആ പ്രദേശത്ത് ഉള്ള മാധ്യമങ്ങൾക്കാണ് കൂടുതലും അറിയാൻ സാധിക്കുക. അവിടെ നിന്നാണ് കൂടുതൽ ഇൻഫർമേഷൻസ് എവിടേക്ക് പോകുന്നത്, പബ്ലിക്കിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവര് പറയുന്നത് ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽസ് പ്രിൻസിപ്പൽ ഹെൽപ്പർ ഇൻ ദിസ് റിഗാർഡ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമുക്ക് പബ്ലിക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് അവിടെ പ്രസിന്റെ സഹായം തേടണം, പ്രത്യേകിച്ച് ലോക്കൽ പ്രസ്. ലോക്കൽ പ്രസിനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു റോള് വരുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, എ ഹോസ്റ്റൈൽ പ്രസ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഹാം. ഇപ്പൊ നമ്മൾ ഈ പ്രസ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ലാന്ന് വിചാരിക്കും. ഓക്കെ, ലോക്കൽ പ്രസ്സുമായിട്ട് ഹോസ്പിറ്റലിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ശരിക്കും എന്താണ്, ഒരുപാട് പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കുന്നാണ് പറയുന്നത്. ഒരു പ്രാദേശിക മാധ്യമങ്ങളുമായിട്ട് ഇപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇതിൽ പറയുന്നത്. നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോക്കൽ പ്രസിലൂടെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവർ പക്ഷെ പ്രചരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോഴും ആ ലോക്കൽ പ്രസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഹോസ്പിറ്റല് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇഫ് an editor understand the hospital's problems, he can help a lot. ഇപ്പൊ ഒരു എഡിറ്റർക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ചാലഞ്ചസുകളോ പ്രോബ്ലംസുകളോ ഉണ്ടെങ്കിൽ അതൊരു എഡിറ്റർക്ക് അറിയാമെങ്കിൽ അദ്ദേഹത്തിന് അത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കിലോട്ട് ഇൻഫോം ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞ അവിടുത്തെ കൺസെപ്റ്റ് എന്താണ്, നമ്മളിപ്പോഴും ഒരു ലോക്കൽ പ്രസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതാണ്, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് എന്താണ്, when something has gone seriously wrong and consequences may be of public concern, legitimate information must be volunteered as thoroughly as possible. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പബ്ലിക്കിന്റെ ഇടയിൽ ഒരുപക്ഷെ പല ആശങ്കകൾ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നിയമാനുസൃതമായിട്ടുള്ള വിവരങ്ങള് സ്വമേധയാ ഹോസ്പിറ്റലിൽ എത്തിച്ചെയ്യണം, പബ്ലിക്കിനെ അറിയിക്കണം. മനസ്സിലായി? അതായത് ഒന്നും ഇല്ലാതിരിക്കല്ല വേണ്ടത്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഗുരുതര ആരോപണങ്ങൾ വരികയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിയമാനുസൃതമായിട്ടുള്ള വിവരങ്ങള് സ്വമേധയാ ഹോസ്പിറ്റൽ എന്ത് ചെയ്തിരിക്കണം, പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു നല്ല പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഓക്കെ, പിന്നെന്താണ്, ക്ലിയറൻസ് ഓഫ് ഓൾ മെറ്റീരിയൽ ഇന്റൻഡഡ് ഫോർ ദ റിലീസ് മസ്റ്റ് ബി കൺട്രോൾഡ് ബൈ ദ ചീഫ് ഓഫ് PR കേട്ടോ. അതുപോലെ നമ്മൾ റിലീസിങ്ങിനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാ മെറ്റീരിയൽസുകളുടെയും ക്ലിയറൻസ് ഉറപ്പാക്കേണ്ടത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഹോസ്പിറ്റലിൽ എപ്പോഴും ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഫേവറബിൾ ആകുന്ന രീതിയിലാണ് നമ്മൾ കണ്ടന്റുകൾ പുറത്തോട്ട് റിലീസ് ചെയ്യേണ്ടത്. അപ്പോ റിലീസിങ്ങിനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാ മെറ്റീരിയൽസുകളുടെയും ക്ലിയറൻസ് നടത്തേണ്ടത് ആരാണ്, അത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ, ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻ. ഓക്കെ, പബ്ലിക് റിലേഷന്റെ ചീഫ് ആണത് ക്ലിയറൻസും മറ്റും ചെയ്യേണ്ടത്. The material should be put on a format and released in a manner calculated to benefit the hospital. അപ്പൊ നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ എന്താണോ അതിനൊരു പ്രത്യേക ഫോർമാറ്റിലാക്കിയിട്ട് എപ്പോഴും ഹോസ്പിറ്റലിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം അത് നമ്മൾ പബ്ലിക്കിലോട്ട് റിലീസ് ചെയ്യുന്നത്.
അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻസിനാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ കാര്യങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാല് information regarding the condition of a hospital patients, especially VIPs and very serious patients, should be guarded and preferably governed by an approval code. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകള്, ഇപ്പൊ നമ്മൾ പറയുന്നത് ഫിലിം ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ മറ്റു പൊളിറ്റിക്സ് ഫീൽഡിലൊക്കെയുള്ള വളരെ എന്താണ് VIPs ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെ സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ സ്ട്രിക്റ്റ്ലി കോൺഫിഡൻഷ്യൽ ആയിരിക്കുക എന്നാണ് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി ഗാർഡഡ് ആൻഡ് പ്രിഫറബിളി ഗവേർഡ് ബൈ അപ്രൂവൽ കോഡ്. അപ്രൂവൽ കോഡ് ഉപയോഗിച്ചത് അവരുടെ ഇൻഫർമേഷൻസ് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അപ്പോ ഇന്റർവ്യൂസ് ഓഫ് പേഷ്യൻസ് by the press or taking their photographs, that should only be permitted if the patient or his or her relatives consent and if it is the hospital's request. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രസ്സിന് ഇപ്പൊ ഒരു പേഷ്യന്റ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാനോ ഇവൻ അവരുടെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ കൂടിയും ഒന്നുകിൽ പേഷ്യന്റിന്റെയോ അവരുടെ ബന്ധപ്പെട്ട കക്ഷികളുടെയോ സമ്മതത്തോടു കൂടി മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവരുടെ സമ്മതം മാത്രം പോരാ, ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നുള്ള അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു പ്രസ്സിന് ഒരു ഇന്റർവ്യൂ നടത്തുന്നത്, ഇവിടെ അവരുടെ ഒരു ഫോട്ടോ എങ്കിലും റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെയും അല്ലെങ്കിൽ അവരുടെ കക്ഷികളുടെ സമ്മതം വേണം, കൺസെന്റ് വേണം. അതിന് പുറമെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കൂ. ഓക്കെ, അല്ലാണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള വിവരങ്ങൾ പബ്ലിക്കിലോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഇനി അടുത്തത് എന്താണ് പറയുന്നത്? മെഡിക്കൽ ഇൻഫർമേഷൻ and information regarding the patients. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ, അതായത് മെഡിക്കൽ ഇൻഫർമേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കുക കേട്ടോ. എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ ഫോർ ദ പബ്ലിക് കൺസംപ്ഷൻ ഷുഡ് ബി ക്ലിയർഡ് ബൈ പബ്ലിക് റിലേഷൻസ്. അതാണ് എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ ഫോർ ദ പബ്ലിക് കൺസംപ്ഷൻ ദാറ്റ് ഷുഡ് ബി ക്ലിയർഡ് ബൈ ദ പബ്ലിക് റിലേഷൻസ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾക്ക് ഒരു പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റാഫിന്റെ ഇൻഫർമേഷൻസ് ആണെന്ന് ഇരിക്കട്ടെ, അത് ക്ലിയർ ചെയ്യേണ്ടത് ആര് തന്നെയാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഇവിടെ ക്ലിയർഡ് ബൈ ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന ന്യൂസിലേക്കൊക്കെ റിലീസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ക്ലിയറൻസ് നടത്തേണ്ടത് ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ്. എന്നതുപോലെ ഇപ്പൊ ഒരു പബ്ലിക്കിന്റെ ഉപയോഗത്തിനായിട്ട് നമ്മൾ കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റാഫുകളുടെ ചിലപ്പോൾ ഒരു ഡോക്ടർ ആവാം, അല്ലെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ പറ്റിയിട്ടുള്ള ഈ ഇൻഫർമേഷൻസോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അതെല്ലാം തന്നെ ക്ലിയർ ചെയ്യേണ്ടത് ആരാണ്? ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ്. ഓക്കെ, പിന്നെ എന്താണ്? നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിതൗട്ട് എ സൈൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് ദ സെയിം. ഒരിക്കലും ഒരു പേഷ്യന്റിന്റെ അവരുടെ എന്താണ് സൈൻ ഇല്ലാതെ, അവരുടെ ഒരു റിട്ടേൺ സൈൻ, ദാറ്റ് മീൻസ് അവരുടെ ഒരു സൈനോട് കൂടി ഒരു കൺസെന്റ് ഇല്ലാതെ ഒരു കാരണവശാലും അവരുടെ വിവരങ്ങള് പുറത്തോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളത്. ഓക്കെ, ഇതാണ് പറയുന്നത് നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിതൗട്ട് എ സൈൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് ദ സെയിം. അതായത് ഒരു പേഷ്യന്റിന്റെ കൺസെന്റ് ഇല്ലാതെ ഒരു കാരണവശാലും അവരുടെ ഇൻഫർമേഷൻസ് പബ്ലിക്കിലോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളതില്ല. ഓക്കെ, അടുത്തത് എന്താണ്? All questions about hospital operations and its patients should be cleared by Chief Public Relations before being published publicly. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില രോഗിയെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, എൻക്വയറീസ്, അതെല്ലാം തന്നെ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ക്ലിയർ ചെയ്യേണ്ടത് ആരാണ്? ചീഫ് ഓഫ് പബ്ലിക് റിലേഷൻസ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ കാര്യങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല. ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ്. പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ അവിടെ കഴിയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ വലിയ ചാപ്റ്റർ ആണെങ്കിലും വളരെ കുറച്ച് കണ്ടന്റ് മാത്രമേ ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. പബ്ലിക് റിലേഷൻ ആരാണ്? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആരാണ്? എഡ്വേർഡ് ബെർണേഴ്സ്.
പിന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കിന്റെ പേര് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അതുപോലെ പബ്ലിക് കൗൺസിൽ ആദ്യമായിട്ട് രൂപീകരിച്ചത് എഡ്വേർഡ് ബർണീസ് ആണ്. ആ ബോക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ജോൺ മില്ലത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്നത് പഠിച്ചിരുന്നു അല്ലെ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്? പിന്നെ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ് പഠിച്ചത്. ഒന്ന് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡും മറ്റൊന്ന് ഓപ്പറേറ്റീവ് മെത്തേഡുമാണ്. അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, എന്താണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഈ പറയുന്ന ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമ്മൾ കുറെ ബോക്സുകളിൽ പഠിച്ചത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് തന്നെയാണ്. അഡ്വൈസറി കമ്മിറ്റി എന്താണ് അല്ല, അങ്ങനെയുള്ള പോയിന്റുകൾ കണ്ടു. പിന്നെ നമ്മളൊരു പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ആ ഓരോ ഇൻഡിക്കേറ്റേഴ്സും ഏത് രീതിയിലാണ് പബ്ലിക് റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ പബ്ലിക് റിലേഷൻ ഓഫീസർ ആരാണ്, അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, റോൾ എന്താണ്. റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് പഠിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ, പിന്നെ ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ, ഇത്രയാണ് മെയിൻ ആയിട്ട് അവിടെ പഠിക്കുന്നത് കേട്ടോ. അതായത് കണ്ടിട്ട് ഓക്കെ ആണോ? ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം, എന്തായാലും ഇന്ന് നമ്മൾ തുടങ്ങുന്നില്ല. എന്നാലും ആ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട് ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ് പഠിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, ചെറിയ ചാപ്റ്റർ ആണ്. പക്ഷെ നമുക്ക് ഇതിൽ ഒരുപാട് ആക്ടുകൾ പഠിക്കാനുണ്ട്. അത് എത്തിക്സ് എന്താണ്, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ പ്രൊഫഷന്റെ എത്തിക്സിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല, എത്തിക്സ് എന്താണ്, പിന്നെ അതിന്റെ ലീഗൽ ഇഷ്യൂസ്, ലീഗൽ വശങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. ലോ എന്താണ്, ലോ എന്നതിന് 3 ഡെഫിനേഷൻ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അത് ആസ്പെക്ടുകൾ മനസ്സിലാക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് പഠിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കോ ലീഗൽ കേസ് എന്താണ്, MLC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മെഡിക്കോ ലീഗൽ കേസ് അതായത് ഈ നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ ആവശ്യമായിട്ട് വരുന്ന കേസുകൾ, അതിനെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് പറയുന്നത് കേട്ടോ. അപ്പൊ മെഡിക്കോ ലീഗൽ കേസ് എന്താണ്, അതിന് കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ കുറെ ആക്ടുകളാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ചാപ്റ്ററിനകത്ത് ആക്ടുകളാണ്. നമുക്കൊരു 10-15ഓളം ആക്ടുകൾ ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. എല്ലാത്തിന്റെയും വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് തന്നെയാണ് എടുത്ത് കൂടുതലും ചോദിക്കാൻ. ഒരു ആക്ട് കണ്ടിട്ട് അത് ഏത് വർഷമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തത്, ഏത് വർഷമാണ് അത് നിലവിൽ വന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ പലപ്പോഴും വരാറുണ്ട്. അതിലുള്ള ആക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആക്ടുകളുണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. പിന്നെ ടോക്ട് ആക്ടിനെ പറ്റി പഠിക്കണം, ടോക്ട് നിയമത്തെ പറ്റി പഠിക്കാനുണ്ട്. എന്നാൽ മെഡിക്കോ ലീഗൽ കേസും അതിന് എക്സാമ്പിളും പഠിക്കുന്ന പോലെ ടോക്ട് നിയമം എന്താണ്, അതിനും കുറച്ച് എക്സാമ്പിളുകൾ പഠിക്കാനുണ്ട്. ആക്ടുകൾ ഉണ്ട്, പക്ഷെ നമുക്കത് ഓർക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അതിന്റെ ആ ഒരു വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആ ഒരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ മ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓപ്പറേറ്റീവ് മെത്തേഡും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡും ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞല്ലോ. ഇതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് അല്ലെ. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുമായിട്ട്. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ പ്രവർത്തന രീതികളാണ്. നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തന വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മെത്തേഡാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് വിവരങ്ങൾ പബ്ലിക്കിലേക്ക് കൺവേ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസ് മാർഗങ്ങളും.
അത് ഉപയോഗിക്കുന്നതിനാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഇപ്പൊ നമ്മൾ എന്താണ് മീഡിയാസ് വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ, എന്തൊക്കെ രീതിയിൽ ഓപ്പൺ ഡേ ഹൗസുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റുകള് അല്ലെ, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക്കുമായിട്ട് ഹോസ്പിറ്റലിന് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ സംഭവം, അതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഹോസ്പിറ്റലിന് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ന്യൂസ് പേപ്പറിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മീഡിയാസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുകൂടാതെ ഓപ്പൺ ഡേ ഹൗസുകൾ കണ്ടക്ട് ചെയ്യാം അല്ലെ, അതുപോലെ എന്താണ് ഹോസ്പിറ്റൽ ടൂറുകൾ കണ്ടക്ട് ചെയ്യാം, സജക്ഷൻ ബോക്സുകൾ, ഇതൊക്കെ എന്താണ് ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വിവിധ മാർഗങ്ങളാണ്. അപ്പൊ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കിനെ നമുക്ക് ഒരു നല്ല റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. നല്ല പ്രവർത്തനം എന്ന് പറയുമ്പോൾ വളരെ പ്ലസന്റ് ആയിട്ട് അവരോട് പെരുമാറാം, നല്ല ട്രീറ്റ്മെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം, നല്ല ക്വാളിറ്റി കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്. ഓക്കെ, ഓക്കെ ആണോ? മിസ് ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലേ, ഇൻഡിക്കേറ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണോ? ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കണം കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങളോട് എങ്ങനെ ചോദിക്കാം, പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം. മനസ്സിലായോ? ഇപ്പം ഓപ്ഷനകത്ത് കാണുമ്പോൾ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ. അതിന്റെ ഏറ്റവും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഓരോ ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് പബ്ലിക് റിലേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ കണ്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിന്റെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഈ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അത് ശരി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.